കൂട്ടുകാരെ, ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഇന്ന് ശരണ്യ ഒരു പരീക്ഷണേ ഉള്ളു, എന്നാലും ഒരു വലിയൊരു പരീക്ഷണമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നു. അതെ, ഇത് സിമ്പിളാണെന്നൊക്കെ ശരണ്യ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എത്രത്തോളം സിമ്പിളാണ്. അതുപോലെ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദികൾ പറയുന്നു. അതുപോലെ ശരണ്യ ചെയ്യുന്ന ഇപ്പം ചെയ്യാൻ പോണ ഈ പരീക്ഷണത്തിന് നിങ്ങളെല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ശരണ്യ, ഇന്ന് ഏത്തപ്പഴം കൊണ്ടാണ് പരിപാടി. പിന്നെ ഈ ഏത്തപ്പഴം ഇവിടെ ഇരിക്കുന്നത് ആണോ? ആഹാ, എന്തോ അടപ്പയിലിരിപ്പുണ്ട്. ആഹാ, മധുരക്കിഴങ്ങല്ലേ? മധുരക്കിഴങ്ങുണ്ടല്ല, ഇത് കൊണ്ടായിരിക്കും പരിപാടി. പിന്നെ എന്നാണ്? അതെല്ലാം ഉണ്ട്. അപ്പൊ ഞാനിത് കെട്ടി വെച്ചോട്ടെ. ആ, എന്നാ ശരണ്യ പറഞ്ഞ ഇത് എന്തൊക്കെയാണ് കൂട്ടുകാരോട് പറയണ്ടേ? അപ്പൊ കൂട്ടുകാരെ, ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, ഇച്ചിരി റവ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇച്ചിരി കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. കട്ട തൈര് ഇതെന്താണ് തൈരൊക്കെ കൂട്ടി? അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്യാം. അപ്പൊ നമുക്ക് റവ ഈ അപ്പൊ നമ്മുടെ ഇപ്പൊ ഇന്ന് ഇണക്കണ സാധനത്തിന് റവയും തൈരും മാത്രം മതിയാ? റവയും തൈരും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇച്ചിരി റവ ഇട്ടിട്ടുള്ളൂ, നമുക്ക് ഇച്ചിരി തൈര് ഒഴിക്കാം. അപ്പൊ അങ്ങനെ ശരണ്യ അതിലാട്ട് റവയുടെ പുറത്താട്ട് ഇച്ചിരി തൈര് ഒഴിച്ച് ഇച്ചിരി ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇടാം. അപ്പൊ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി വെക്കാം. ഇളക്കണ ഇതെന്ത്? ഇതുകൊണ്ട് ഇതുകൊണ്ട് ഇളക്കാൻ പറ്റിയല്ലേ? എന്നാ തവിയെങ്കിൽ തവി. അല്ല, തൈരൊഴിച്ച് പുളിപ്പിക്കുകയാണ്. ഇനി വെള്ളം ഒഴിക്കുകയല്ലേ? വെള്ളം ഒഴിക്കുകയല്ലേ? അതിന് എന്തെങ്കിലും ആകട്ടെ, കാണുമ്പോഴെങ്കിലും പറയാം. സാധാരണ എല്ലാ വീഡിയോയും നമ്മളോട് പറയുന്നതാണ്. ഇത് ശരണ്യ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞ്. ഇത് ഭയങ്കര പുളിയായിരിക്കും കേട്ടാ. ഏതാണ്ട് ഐസ്ക്രീം പോലെയൊക്കെ ആക്കി ചോക്ലേറ്റ് ഉണ്ടാക്കല്ലേ? അതെ, നമ്മുടെ അമ്മ പറഞ്ഞു. എന്റെ പൊന്നമ്മ, എനിക്ക് പോലും അറിയാൻ മേല. ഇതേ അമ്മ എന്താണ് എന്തോ നോക്കി നടക്കുകയാണ് അമ്മ. ശരണ്യൻ തിരക്കിലാണ്. അമ്മ, ഞാനോർത്ത ആദ്യം മധുരക്കിഴങ്ങാണ് ചെയ്യുന്നതെന്ന്. അപ്പളാ പറഞ്ഞത്. അപ്പൊ അത് മൂടി വെച്ച് കൂട്ടുകാരോട് പറഞ്ഞത്. കുഴച്ച് വെച്ചത് മൂടി വെച്ച്. ഇനി നമുക്ക് സവോള, ക്യാരറ്റ്, പച്ചമുളക്, കരിവേപ്പ് ഇത്ര സാധനങ്ങൾ എടുത്തോണ്ട് വരട്ടെ. അല്ലേ, എന്നോട് പറഞ്ഞ് ഇത്രയും സാധനം മതി എന്ന് പറഞ്ഞ്. തൈരും റവയും മതി, ഇതുകൊണ്ടാണ് ചെയ്യണം എന്ന് പറഞ്ഞ്. ഇപ്പൊ പറയുന്നത് ക്യാരറ്റും. കൂട്ടുകാരെ, അങ്ങനെ ശരണ്യതേ സവാള എടുത്തിട്ടുണ്ട്. ചീഞ്ഞതാ. അതാണ് സവാളക്ക് പിന്നെ ഇപ്പോൾ വില കുറയുമ്പോൾ ഇങ്ങനെ കൂടുതലൊക്കെ മേടിച്ചിടുന്നത് കൊണ്ടാണ് ചീത്തയായി പോകുന്നത്. ഇനി വേറെ ഒരെണ്ണം എടുത്തോണ്ട് പോകും. ശരണ്യ അടുത്തത് എടുത്തോണ്ട് പോകും. നല്ല സവാള. അമ്മ, എവിടം വരെ നമ്മുടെ മധുരക്കിഴങ്ങ്? മധുരക്കിഴങ്ങ് അത് അച്ഛൻ തിരിഞ്ഞൊക്കെ എടുത്തോണ്ടൊക്കെ വന്നതാണ്. ഓ, എന്റെ ദൈവമേ, എന്ത് സാധനം കടയിൽ പോയി തിരിഞ്ഞു നോക്കി മേടിക്കുന്ന ആളാണെന്ന് അറിയാവാ. പിന്നെ മേടിച്ചിട്ടുണ്ട്. പച്ചമുളക് എടുത്ത് അല്ലല്ലേ
അമ്മക്കറിയാവോ ഇതെന്താണ് ശരണ്യ പറഞ്ഞതാണ് ഇതൊക്കെ വേണം. ആ ഞാനടുത്ത് പെട്ടെന്ന് പച്ചമുളക് എടുത്താന്ന് ചോദിച്ചപ്പോ ഇപ്പൊ എന്നോട് പറഞ്ഞാണ് പച്ചമുളക് എടുക്കണം. കൂട്ടുകാരെ ഇതേ കണ്ട അച്ഛനും മകളും കൂടിയായി വീഡിയോ എന്ന് അരിയല്ലി സോറി ക്ഷമിക്കണം. അപ്പം ഇത് കണ്ട ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ സവോള അരിഞ്ഞണ്ടിരിക്കുന്നു അല്ലേ? ആ പച്ചമുളക് അരിഞ്ഞിട്ടില്ലല്ലേ? ആ അപ്പം കണ്ട പാചകത്തിൽ അമ്മയുടെ ഐറ്റം റെഡിയായ? ഞാൻ ഇച്ചിരി നേരം അങ്ങോട്ട് പുറത്തോട്ട് പോയ നേരത്ത് എല്ലാം റെഡിയാക്കിയെന്നു. കണ്ട മധുരക്കിഴങ്ങ് കണ്ട നമ്മുടെ അമ്മ തയ്യാറാക്കിയ മധുരക്കിഴങ്ങ് സൂപ്പർ. ശരണ്യ കണ്ടാൽ തന്നെ നമ്മൾ ഇതിൽ നിന്ന് ഒരു കഷ്ണം എനിക്ക് അങ്ങനെ ഒത്തിരി കഴിക്കാൻ പറ്റിയല്ല. അയ്യോ ചൂടാണേ വേണ്ട. ആ കളർ കണ്ടപ്പോ ഞാൻ എടുക്കാൻ ശ്രമിച്ചു പക്ഷെ കൈ പൊള്ളിപ്പോണു. ആ തണുക്കട്ടെ. ശരി അപ്പൊ ഇത് അരിഞ്ഞിട്ട് വേണമല്ലേ നമ്മുടെ പരിപാടി? ശരണ്യയുടെ പരീക്ഷണം തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ആ അതെ അതെ. ഇനി എന്നാ ചെയ്യണം? മീൻകറിയാ? നമ്മുടെ അയിലക്കറി അല്ലേ? അച്ഛൻ്റെ അതൊക്കെ കഴുകിയൊക്കെ വെക്കണുണ്ട് അല്ലേ? ആ അമ്മ തേയില കാപ്പി കൂടി വേണോ അമ്മ? കട്ടൻ കാപ്പിയും കൂടി ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അത് കഴിച്ചേക്കാം. വേഗം അല്ല മധുരക്കിഴങ്ങ് കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇല്ല അമ്മ ആ മധുരക്കിഴങ്ങൊന്ന് ആ ഫാനിന്റെ താഴെ വയ്യ, അപ്പൊ പെട്ടെന്ന് തണുത്ത് കിട്ടും. ആ ഇത് വീഡിയോ എടുത്തിട്ടേ പോകുള്ളൂ പോരെ? കൂട്ടി ഒഴിച്ചോ? പൊങ്ങിയിട്ടില്ലേ? ആ പൊങ്ങി വന്നിട്ടുണ്ട്. ആ എന്നാ ജാറിലിട്ട് അടിച്ചെടുക്കാം. അപ്പൊ ഇനി വെള്ളം ചേർക്കുവോ ഇതില്? വെള്ളം അടിക്കാന്ന് അതെ അമ്മതെ മധുരക്കിഴങ്ങിന് വേണ്ടി ഇതേ അയില പൊള്ളിച്ചത്. സൂപ്പർ. കൂട്ടുകാരെ ഇതിനിടക്ക് പാചകത്തിനിടക്ക് നേരെ ഇത് തണുത്ത കാരണം എന്നാണ് മധുരക്കിഴങ്ങൊന്ന് തണുത്ത കാരണം ഞങ്ങളെല്ലാരും കൂടി അങ്ങോട്ട് മധുരക്കിഴങ്ങ് തിന്നാന്ന് വെച്ചു. ചെറിയൊരു അതെ ചായ കുടി സന്തോഷം. അതെ അപ്പൊ അതേ കണ്ട കൂട്ടുകാരെ അതെ അമ്മയെ എടുത്ത് അച്ഛനും എടുത്ത് ഞാൻ നോക്കട്ടെ ഒരു ചെറിയ എടുത്ത് നമുക്ക് സാമ്പിൾ നോക്കാം. അപ്പൊ ഞാൻ ഇന്ന് നോക്കട്ടെ ഏതായിരുന്നാലും നോക്കാം. അപ്പൊ ഇനി ശരണ്യ ഒന്ന് കഴിച്ച് കാണിച്ചേ. കണ്ട ആരോ വന്നിട്ടുണ്ട്. നമ്മുടെ കപ്പയെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മൾ ചാറെല്ലാം മുക്കി ചാറിലൊക്കെ മുക്കി ഒരു കഷ്ണം മീൻ എടുത്ത് വെച്ച് അങ്ങോട്ട് അടിപൊളിയാണല്ലേ? അടിപൊളി ഒന്നും പറയാൻ അതിന് ഇറക്കിയില്ലല്ലോ അങ്ങോട്ട്. ആണല്ലേ? സൂപ്പർ സൂപ്പർ. അപ്പൊ കൂട്ടുകാരെ ഇതുപോലെ നിങ്ങളും ഒക്കെ ഒന്ന് എല്ലാരും ചെയ്യുന്ന ഒരു ഐറ്റമാണ്, എന്നാലും നിങ്ങൾ കൂടിയൊക്കെ ഒന്ന് ചെയ്യണം. ആരോ വന്നിട്ടുണ്ട് നോക്കട്ടെ. കൂട്ടുകാരെ അങ്ങനെ അതെ നമ്മുടെ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് അല്ലേ? ഇച്ചിരി എണ്ണ ഒഴിച്ചുള്ളൂ. അപ്പൊ ഇനി അതൊന്ന് പൊട്ടണം അല്ലേ? അപ്പൊ ഇനി നമുക്ക് സവോളയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, പച്ചമുളകുണ്ട്, കരിയാപ്പൊടി എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വാട്ടിയാലോ? ഇതിലേക്ക് സവോള എല്ലാം ഇട്ടിട്ടുണ്ട്. ഉപ്പുമാവാണോ? നേരം റവ എടുത്ത് വെച്ചിട്ടുണ്ട്, ക്യാരറ്റും സവാളയും. നേരാണ് കേട്ടാ. ഉപ്പുമാവാണോന്ന് സംശയം. അപ്പൊ ഇനി ഇതൊന്ന് വഴറ്റി
അപ്പൊ അങ്ങനെ ഒത്തിരി വഴുത്തണ്ട കേട്ടോ, ഒത്തിരി നിറത്ത് മൂപ്പിക്കൊന്നും വേണ്ട. ഞാൻ അങ്ങനെ വഴറ്റി വരട്ടെന്ന് പറയാൻ അപ്പൊ പോവുകയായിരുന്നു. ഇത് നിറത്താം. ആ ശരി ശരി മതിയാ, ഇത്ര വഴുന്നാ മതി. ഇത്ര വഴറ്റിയാ മതി. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ നമുക്ക് ഇതൊന്ന് അരച്ചോണ്ട് വരാം. എന്നാ ഇതാ ആ ഇത് അരക്കണം. ഇതരക്കെ ഞാൻ ജാർ എടുക്കട്ടെ. ഇതിനാണോ വെള്ളം ഒഴിച്ച് അരക്കേണ്ടത്? ആ അതിന് വെള്ളം ഒഴിച്ച് അരക്കണം. ആ കണ്ട, അപ്പൊ നമ്മൾ ജാറും പാത്രം എടുത്ത് വന്നിട്ടുണ്ട്. എന്നോട് ഞാൻ ചോദിച്ചായിരുന്നു ഇതിൽ ഇനി വെള്ളമൊന്നും ഒഴിക്കല്ലെന്ന് ചോദിച്ചപ്പോ ശരണ്യ പറഞ്ഞായിരുന്നു അരക്കാൻ നേരത്ത് വെള്ളം ഒഴിക്കണം. അരയ്ക്കാൻ നേരത്തെ നമ്മൾ വെള്ളം ഒഴിക്കും. ഇരുന്നില്ല വന്നില്ല. ഓ അപ്പൊ നമുക്ക് അരക്കാൻ അപ്പൊ ഇതൊന്ന് കൂട്ടുകാരെ ഇതൊന്ന് അരച്ചണ്ട് വരട്ടെ ശരണ്യ. അരച്ചോണ്ട് വന്നിട്ട് നമുക്ക് ഈ പാത്രത്തില് ആ ഒഴിച്ച് നമുക്ക് ഒന്ന് ദോശ ചുട്ടാലോ. അതെ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ശരണ്യ അത് അരച്ചൊക്കെ എടുത്തിട്ടുണ്ടല്ലേ. അതിന്റെ പാത്രം ഞാൻ കഴുകി നമുക്ക് മാവ് ഒഴിക്കാം. ആ പാത്രം കഴുകി അതിലാട്ട് ഒഴിക്കുകയാണല്ലേ. കണ്ട കൂട്ടുകാരെ, അങ്ങനെ അരി അരച്ചോ ആ ദോശമാവ് പോലെയൊക്കെ തന്നെ ഉണ്ടല്ലേ. ഉണ്ട്. ഇനി എന്താണ് പരിപാടി? ഈ നമ്മൾ അരച്ച് വെച്ച് അച്ഛോ നമ്മളൊന്ന് വെച്ച് വാട്ടി വെച്ച് ഇതെല്ലാം കൂടെ ഇടുക. ആ അതെല്ലാം കൂടി അതിലാട്ട് ഇട്ടോണ്ടിരിക്കുകയാണ്. എങ്ങനായി തീരുമെന്ന് എനിക്കറിയാൻ മേല കുട്ടി, അതിന് ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ആയതുകൊണ്ട് ശരണ്യയുടെ ഒരു പരീക്ഷണമാണ്. പിന്നെ ഞാനതിന് കൂട്ടു നിൽക്കുന്നു അല്ലേ. പിന്നെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ മറ്റേ മധുരക്കിഴങ്ങ് കിട്ടിയപ്പോൾ അവർ രണ്ടുപേരും അതും കൊണ്ട് പോയി. പിന്നെ ശരണ്യ എന്നോട് പറഞ്ഞല്ല ക്യാമറ എടുക്കണം എന്ന് പറഞ്ഞ കാരണമാണ്. ക്യാമറ ഇല്ലാതെ പണി നടക്കുവോ? അതെ, ഞാനും മധുരക്കിഴങ്ങിൻ്റെ പുറകെ പോയതായിരുന്നു അല്ലേ. കണ്ട ആ ആഹാ ഇപ്പൊ കളർഫുള്ളായി. നമുക്കിനി ഇച്ചിരി ഉപ്പും കൂടി ഇട്ടാലോ. ആ ഉപ്പിട്ടില്ല ഞാൻ. ഉപ്പ് ഇട്ടിട്ട് ചിലപ്പോ ഇന്നത്തെ നമ്മള് ഈ ക്യാരറ്റിനും സവാളയ്ക്കൊന്നും ഉപ്പ് ഇട്ടില്ലല്ലോ. ആ എന്നാ ഇട്ടു ഇട്ടു. അതിന് ഇച്ചിരി ഉപ്പ് ഇട്ട് നമുക്കൊന്ന് ആ ഇതിനി എന്നെ പുഴുങ്ങിയെടുക്കുക? പുഴുങ്ങിയല്ല, പിന്നെ ആവിക്ക് വെച്ചാ? ദോശക്കല്ലേ വെച്ച് ഒന്ന് കാണിച്ച് എങ്ങനെയാ നോക്കണത്? ചെറിയ തീയിട്ട് നമുക്കൊന്ന് ചുട്ട് നോക്കാം. അപ്പൊ ഞാൻ എടുക്കട്ടെ ദോശക്കല്ല്. ഇതാണ് നമ്മുടെ ദോശക്കല്ല്. ആ അപ്പൊ ഇനി അത് മേലാണ് നമ്മുടെ ഇത് ദോശ ഇടണ പോലെ ചുട്ടടിക്കുകയാണ് അല്ലേ. ചുട്ടെടുക്കുക. മാവ് കണ്ടല്ലോ, മാവ് ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു. മാവ് കണ്ട് കൂട്ടുകാരെ കാണിച്ചായിരുന്നു ഞാൻ. എന്നാലും കലങ്ങിയത് കണ്ടോ? ആ കലങ്ങിയത് കൂട്ടുകാരെ ഇത് കണ്ട കണ്ട നല്ല അടിപൊളി മാവാണ്. കണ്ട കണ്ട സൂപ്പർ സൂപ്പർ അടിപൊളി അടിപൊളി. സേമിയ പായസം പോലെ ഇല്ലേ? ആ നേരാണ് കേട്ടാ. അപ്പൊ നമുക്ക് തീ കത്തിച്ച് ഇതൊന്ന് ചൂടാകട്ടെ. ആ അപ്പൊ കൂട്ടുകാരെ ഇതേ കണ്ട നമുക്ക് തീ ഒന്ന് കുറച്ച് ഇതൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ തൂക്കണ്ടേ? എണ്ണ തൂക്കത്തില്ല. തൂക്കിയല്ല. ഇല്ല, എണ്ണ ഇതിന്റെ പുറത്ത് ഒഴിക്കുക. കൂട്ടുകാരെ നല്ല അടിപൊളിയായിട്ട് ഏതാണ്ട് മുട്ട പൊരിച്ചടിക്കല്ലേ അതുപോലെ ഒക്കെ ഇരിക്കണല്ലേ. ആ മതി, വട്ടമൊക്കെ അത് മതി. എനിക്കറിയാൻ പറ്റില്ല, എന്നാലും കാണുമ്പോ ഒരു ഭംഗിയുണ്ട് കേട്ടാ കൂട്ടുകാരെ. ഇത് കണ്ട നല്ല ഭംഗിയുണ്ട്. ചെറിയ ഞാൻ മൂടിക്കളഞ്ഞ. അപ്പൊ ചെറിയ തീയ്ക്ക് വേണം അതിന് വേഗം. ആ അപ്പൊ നമുക്ക് തിരിച്ചിടാൻ. ഇനി ഇതിന്റെ അകത്ത് വല്ലതും വെക്കുവാ ശരണ്യ? പിന്നത്തൊന്നും വെക്കത്തില്ല. ആ എന്നാ ഇതൊന്ന് വേഗട്ടെ കൂട്ടുകാരെ, വെന്തിട്ടൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പൊ ഇത് വെന്തെന്നാ തോന്നണ. ദേ നമ്മുടെ അമ്മയും കൂടിയൊക്കെ അതേ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ദേ കണ്ട ശരണ്യ ഇത് എന്താ ഇത് വെന്തു. അപ്പൊ ഇതിന്റെ പുറത്ത് ഇച്ചിരി എണ്ണ ഒഴിക്കണം. എണ്ണയൊക്കെ തൂത്ത് കൊടുക്കണം. അച്ഛൻ എന്താ അച്ഛനെ വരും. അപ്പൊ നമുക്ക് തിരിച്ചിടാം. മറിച്ചിടിയ. ഓ അയ്യേ എണ്ണയൊക്കെ തെറിച്ച് വീഴരുത് ശരണ്യ. ഇനി നമുക്ക് ഒന്നുകൂടെ മൂടി വെക്കാം. സൂക്ഷിക്കണം. പ്ലേറ്റ് വേണ്ടേ? പ്ലേറ്റ് എടുത്തരാം. ആ എങ്ങനെ അറിയാം, തിന്നു നോക്കുമ്പോ പറയാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ഇതിന് കറിയൊന്നും വേണ്ട. പച്ചമുളകും സവാളയൊക്കെ ക്യാരറ്റിലുള്ള അപ്പൊ ഇത് ഇനി മറിച്ചിട്ടൊന്ന് വേകണം അല്ലേ? ഇത് മറിച്ചിട്ട് വെന്തിട്ട് അയക്കാം. നല്ല മണം വന്നു കേട്ടാ. നമുക്കൊന്ന് നെക്കി നെക്കി കൊടുക്കാം. ആ അപ്പൊ അവിടെ ഇവിടെ വേഗണ്ടായോ? ആ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ആ മറിച്ചിട്ട് ഒന്നുകൂടി മറിച്ചിട്ടും തിരിച്ചിട്ടും ഒക്കെ വേവിക്കാല്ലേ. വേഗണ്ട. ഇപ്പൊ തന്നെ ഒരു മുരിമുരാന്ന് അതേ നമ്മുടെ അച്ഛനും കൂടി വന്നോണ്ട് കേട്ടാ. ആ മുരുമുരാന്ന് പോലെയൊക്കെ ഇരിപ്പുണ്ടല്ലേ. ആ നമുക്ക്
നമുക്ക് ഇച്ചിരി തീ കൂടെ കൂട്ടാം. ഇത് ദോശ ഇട്ടെടുക്കുന്നു ഇതൊക്കെ ഇട്ട്. ഇത് റവ ദോശ തൈരും കൊണ്ട്. ആ ഒരു വെറൈറ്റി ദോശ. നമ്മ പ്ലേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് കണ്ട. നമ്മുടെ അച്ഛൻ അച്ഛൻ തോർത്തൊക്കെ തോളയിലിട്ടുണ്ടാണല്ലോ വന്നിരിക്കുന്നത്. ഞാനപ്പോൾ പുറത്തിരിക്കുന്നു. കണ്ട ഇത് കണ്ട അച്ഛൻ. എന്നാണ് ചേട്ടൻ അല്ല തൈര് ദോശ. ഇത് മുട്ടോംപ്ലേറ്റ് തൈര് ദോശ. മുട്ട ഓംപ്ലേറ്റ് പോലെ തന്നെ ഇരിക്കും. തൈര് ദോശ തൈര് കൊണ്ടാണ് ആ തൈര് കൊണ്ടാ ആ എന്നാണ് കേൾക്കണത്. അതാ വെറൈറ്റിയാണ് വെറൈറ്റി. അപ്പൊ കൂട്ടുകാരെ ഇതൊന്ന് കൂടി ഒന്ന് മറിച്ചും തിരിച്ചിട്ട് റെഡിയായി. റെഡിയായ ഞാൻ റെഡിയായിട്ട് കാണിക്കാന്ന് പറയാൻ പോയി. കൂട്ടുകാരെ അതേ കണ്ട, ഇതാണ് നമ്മുടെ ഇന്നത്തെ ശരണ്യയുടെ ഐറ്റം അല്ലേ? ഇതാണ് നമ്മുടെ പുതിയ വെറൈറ്റി ദോശ. മുട്ട ഓംപ്ലേറ്റ് പോലെ ഇത് മുട്ട ഓംപ്ലേറ്റ് പോലെ തന്നെ ഇരിക്കണത്. അടുത്തത് ഒഴിക്കാൻ പോണ് ശരണ്യ. അപ്പൊ കൂട്ടുകാരെ ഇതെല്ലാം ഒഴിച്ചിട്ടൊക്കെ കാണിക്കാം. അച്ഛാ ഇനിയിപ്പോ മധുരക്കിഴങ്ങ് തിന്ന സ്ഥിതിക്ക് നമുക്ക് ഇത് കൂടിയൊക്കെ അങ്ങോട്ട് കഴിച്ചേക്കാം അല്ലേ? ടേസ്റ്റ് എങ്കിലും നോക്കണ്ടേ? അതിപ്പോ ശരണി എന്തിറക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് തരാതെ ഇവിടെ പരിപാടി ഇല്ലല്ലോ. അതെ അതെ കേട്ടാ ശരണ്യ പറഞ്ഞ കേട്ടാ അച്ഛൻ. നല്ലതാ. അതെ നല്ല ഇതാണ്, കാണുമ്പോ തന്നെ അറിയാം. എല്ലാത്തിന്റെ മണമുണ്ട്. ഓംപ്ലേറ്റിന്റെ ഇതാണ് തൈര് ദോശ. തൈര് ദോശ തൈര് ദോശ. അങ്ങനെ ശരണ്യ അടുത്തതും എടുത്ത്. അപ്പൊ ഇത് കൂടിയൊക്കെ എടുത്തിട്ട് ഒന്നിച്ച് കാണിക്കാം അല്ലേ? കൂട്ടുകാരെ അറിയാല്ല, അച്ഛൻ വന്ന അച്ഛൻ ഏറ്റെടുക്കും. അല്ല എന്നെ കാറ്റ് കൊള്ളട്ടെന്ന് പറഞ്ഞു പോയിട്ടില്ല. അവിടെ വന്നില്ല കാറ്റ് വിയർക്കണം, കാറ്റ് കൊള്ളട്ടെന്ന് പറഞ്ഞ അടുക്കള പാലില്ലല്ലോ. പോയാ കണ്ട ഇപ്പൊ അങ്ങനെ അച്ഛൻ ഏറ്റെടുത്ത്. അത് മറിഞ്ഞു പോയാ. ഞാൻ മറിച്ചിട്ടാണ് വന്നുണ്ടെന്ന് തോന്നണ. പാദസരത്തിന്റെ ഒച്ച കേക്കണുണ്ട്. ശരണ്യ കാറ്റ് കൊള്ളാൻ പോയപ്പോ ആണല്ലേ? കണ്ടാ കൂട്ടുകാരെ, അതൊന്ന് മറിച്ചിട്ടൊന്ന് കൂട്ടുകാരെ കാണിച്ചത്. അച്ഛൻ ഇണക്കിയത് അടിപൊളിയായിട്ടൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ എവിടം വരെ ഇത്ര ആയിട്ടുണ്ടല്ലേ? അപ്പൊ അതുകൂടി ഇണക്കിയിട്ടൊക്കെ നമുക്ക് കഴിച്ച് കാണിക്കാം. ഞങ്ങളെല്ലാം ഇണക്കി കഴിഞ്ഞു. കണ്ട നല്ല അടിപൊളിയായിട്ടൊക്കെയാണ് ഇണക്കിയിരിക്കുന്നത് അല്ലേ? നല്ല അത് കാണുമ്പോ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെ. അപ്പൊ അത് കാണുമ്പോ തന്നെ നമുക്ക് ഇതിന്ന് എടുത്ത് കഴിച്ച് നോക്കാൻ തോന്നും അല്ലേ? അപ്പൊ എല്ലാരും പോലെ നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. അതെ കണ്ട, അച്ഛനൊക്കെ ആണെങ്കിൽ നമുക്ക് അതൊന്ന് കീറിയൊന്ന് കഴിച്ച് കാണിച്ചു കൊടുത്തേ കൂട്ടുകാരെ എല്ലാവർക്കും. കഴിച്ചു നോക്കച്ച. എങ്ങനെയുണ്ട്? നല്ല. അപ്പൊ കൂട്ടുകാരെ ഇതുപോലെ നിങ്ങളും എല്ലാവരും ഇതുപോലെയൊക്കെ ചെറിയ പരിപാടിയാണ്. ഒത്തിരി ഐറ്റവും ഇല്ല, ചെലവും ഇല്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഐറ്റം. അപ്പൊ അതുകൊണ്ട് കൂട്ടുകാരെ നിങ്ങളും ഒക്കെ ഇത് ചെയ്ത് നോക്കണം. അപ്പൊ വീഡിയോ പറയാതെ തിന്നിട്ടിരിക്കും. ഇഷ്ടപ്പെട്ടു. അതെ അതെ അത് തന്നെയല്ല, ഇത് നല്ലതുമാണ് കേട്ടോ. ഇതൊക്കെ ഈ വെജിറ്റബിൾ ഒക്കെ അല്ലെ, ക്യാരറ്റൊക്കെ ചേരണോണ്ട് നല്ലത്. അതെ. അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ പറഞ്ഞ ഒത്തിരി നീട്ടുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. അപ്പൊ അടുത്ത വീഡിയോക്ക് വരുന്നവരെ ബൈ.